ശ്രീ വി കെ സനോജ്, ഈ മതരാഷ്ട്രവാദികളുടെ അല്ലെങ്കിൽ മതവാദികളുടെ കൂടായി UDF മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് CPM ഈ വിഷയത്തിൽ ഉന്നയിച്ച, പാർട്ടി സെക്രട്ടറി അടക്കം ഉന്നയിച്ച വലിയ വിമർശനം എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ P. മുജീബ് റഹ്മാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ, അദ്ദേഹം അസിസ്റ്റന്റ് അമീർ ആയിരുന്നു. അദ്ദേഹം ആ സമയത്ത് അന്ന് പറഞ്ഞത് RSSുമായി LDF ചർച്ച നടത്തിയിട്ടുണ്ട്, CPM ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചരിത്രം മുഴുവൻ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ റദ്ദു ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ നേതാക്കളെ, നിങ്ങൾക്ക് നിരാകരിക്കാനേ കഴിയാത്ത നേതാക്കളെ മുൻനിർത്തിക്കൊണ്ടാണ് പഴയ ബാന്ധവങ്ങളെ പറ്റിയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ വിമർശന ബുദ്ധി ഇപ്പോൾ വരുന്നത്? മാധു, ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം ഇത്രമാത്രം ഗൗരവത്തിൽ ചർച്ച ചെയ്യാനിടയായ കാരണം എന്താണ്? അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ പച്ചക്ക് ന്യായീകരിച്ചുകൊണ്ട് അവർ മതരാഷ്ട്രവാദമൊന്നും ഇപ്പം മുന്നോട്ട് വെക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി തന്നെ പറയാത്ത ഒരു കാര്യം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നിലമ്പൂരിൽ 4 വോട്ടിന് വേണ്ടി പറഞ്ഞു എന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. VD സതീശൻ്റെ നേതാവാണല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി RSSനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും RSSനെ ആഗോള ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡുമായി ഉപമിച്ചുകൊണ്ട് എത്രയോ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിലപാട് ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറ്റിയോ? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിക്കുന്ന നിലപാട് മാറ്റിയിട്ടുണ്ടോ? ആ ചോദ്യമാണ് ഞങ്ങൾ രാഷ്ട്രീയമായി ഇവിടെ ഉന്നയിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമായ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ ഒരു ചെറിയ സംഘടനയായിട്ടുള്ള PDP, നിങ്ങൾ PDPയുടെ സ്വീകരിച്ചിട്ടില്ലേ, അപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്താ കുഴപ്പം എന്ന് വളരെ ലളിതമായിട്ട് അങ്ങ് വാദിച്ച് ജയിക്കാൻ വേണ്ടി നോക്കുകയാണ്. അതങ്ങനെ TV ചർച്ചയിൽ കൂടി വാദിച്ച് ജയിക്കേണ്ട ഒരു പ്രശ്നമല്ല ഇത്. ഇത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. ആത്യന്തികമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ലോകത്താകെ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമാസികയായിട്ടുള്ള പ്രബോധനം, ആ പ്രബോധനം എന്ന് പറയുന്ന അവരുടെ മാസിക വാരികയിൽ വളരെ കൃത്യമായിട്ടും ഞങ്ങൾ കാശ്മീരിൻ്റെ മണ്ണിൽ ഭീകരവാദ പ്രസ്ഥാനം വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രബോധനത്തിൻ്റെ 50ാം വാർഷികത്തിൻ്റെ ഭാഗമായി 1992 ഇറങ്ങിയിട്ടുള്ള ആ പ്രബോധന മാസികയുടെ ലക്കത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെ 4 വോട്ടിന് വേണ്ടിയിട്ട് VD സതീശൻ ന്യായീകരിച്ചു എന്നത് കോൺഗ്രസ്സുകാർ പോലും അത്ഭുതത്തോടു കൂടി ആശങ്കയോടു കൂടിയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ചർച്ചയിൽ ജിൻഡോ ജോൺ ഒരു പച്ച കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞത്? പാലക്കാട് തെരഞ്ഞെടുപ്പിൽ STPയുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ, നിങ്ങൾ STPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ, STPയുടെ വോട്ട് സ്വീകരിക്കുമോ? എന്തായിരുന്നു അന്നത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ മറുപടി? അത് ഞങ്ങൾ അതിന് വീഡിയോ ഇപ്പോഴും ഉണ്ടല്ലോ. വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചോ? പക്ഷേ ഇടതുപക്ഷം പറഞ്ഞു ഒരു തീവ്രവാദ സംഘടനയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, STPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും RSSൻ്റെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റവും രാഷ്ട്രീയ നിലപാടും ഇച്ഛാശക്തിയും അന്ന് ഇടതുപക്ഷം കാണിച്ചു. പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥി STPയുടെ വോട്ടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിൽ നിന്ന് തെന്നിമാറുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ അന്ന് കണ്ടിരുന്നു. വേണമെങ്കിൽ അതിപ്പോൾ തന്നെ മാധുവിനെടുത്ത് അയച്ചുതരാം, നിങ്ങളത് പ്രചരിപ്പിച്ച് നോക്ക്. ഇപ്പം ജിൻഡോ ജോൺ പറയുന്നത് ഇവർ ചർച്ചയിൽ വന്നിട്ട് പച്ചക്കള്ളം ആവർത്തിക്കുകയാണ്. അപ്പോൾ STPയുടെ വോട്ട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, STPയുമായി ചേർന്ന് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. അതുമാത്രമല്ല, അവിടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പതാകയെടുത്ത ആളുകൾ തെരുവിലിറങ്ങുന്നതിനേക്കാൾ മുന്നേ ഈ STPയുടെ പതാകയുമായിട്ട് പാലക്കാട് നഗരത്തിന്റെ തെരുവിൽ കൂടി ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് STP. ഞാൻ നേരത്തെ ഡോക്ടർ ജിൻഡോ ജോണിനോട് ചോദിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല, ഞങ്ങൾ വോട്ട് തേടിയിട്ടില്ല, ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരെ പ്രീണിപ്പിച്ചിട്ടില്ല എന്ന്. നിങ്ങൾ PDPയുമായി ബന്ധപ്പെട്ട് പറയുന്ന അതേ കാര്യങ്ങൾ ഇതേ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുമായി CPM നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറയുന്നത് മുൻപ് ചർച്ച നടത്തിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി CPM എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ അസ്പൃശ്യതയാണോ മാധു? ഇത് ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ ആരെങ്കിലും പറഞ്ഞു നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം എടുത്തു വരികയാണ്. ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. STPI രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് പള്ളിയിൽ ലഘുലേഖ വിതരണം ചെയ്തു പാലക്കാട്. നിഷേധിക്കാൻ വേണ്ടി കഴിയോ? STPയുടെ പേരിൽ
രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വെച്ചിട്ട് UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ലഘുലേഖ വിതരണം ചെയ്തു. എന്നാൽ പിന്നെ ആ സമയത്ത് ഇവർ പറയണ്ടേ ഈ തീവ്രവാദ പ്രസ്ഥാനം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഫോട്ടോ വെച്ച് ഞങ്ങളുടെ അറിയാതെ ഈ നിലയിൽ ഫോട്ടോ പ്രചരിപ്പിക്കാൻ പാടില്ല, വോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ കിട്ടുന്നതെല്ലാം ഇങ്ങോട്ട് വരട്ടെ എന്ന നിലപാടാണ് എടുത്തത്. അപ്പൊ ഇവർക്ക് 4 വോട്ട് കിട്ടുമെങ്കിൽ SDPI കൂട്ടാവാം. ആഗോള ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ തണലിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാവാം. എന്നിട്ട് വലിയ വായിൽ മറ്റു തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുക, അതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ സജീവമായി ചർച്ചയ്ക്ക് വെക്കുന്നു. ആളുകൾ ചർച്ച ചെയ്യട്ടെ. അതിനെന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? ഞങ്ങൾ ഈ വിഷയം തന്നെ ഉന്നയിക്കും. പിന്നെ ജിൻഡോ ജോൺ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞെന്തോ കേരളത്തിൽ ആകെ കുഴപ്പമാണ്, കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ജിൻഡോ ജോൺ, കേരളത്തിൽ 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇപ്പൊ തന്നെ വീട് നിർമ്മിച്ചു കൊടുത്തു. ഇനിയും പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. ഒരു തർക്കവും വേണ്ട. നിങ്ങൾക്കും ഭരണം അവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തിന് പുറത്ത് വേറെ ഉണ്ടല്ലോ. അവിടെയൊന്നും ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടോ? ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാൻ കഴിയും, അത് ഇടതുപക്ഷത്തിലെ ഗവൺമെന്റാണ്. കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാൻ കഴിയും, അത് ഇടതുപക്ഷത്തിലെ ഗവൺമെന്റാണ്. കേരളത്തിൽ റോഡ് വികസനത്തിന്, സ്കൂളുകളുടെ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി, ആശുപത്രിയുടെ കെട്ടിടങ്ങൾ നവീകരിക്കാൻ വേണ്ടി, മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, ഫോൺ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, പെൻഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഇങ്ങനെ എല്ലാ നിലയിലും അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും, ആരോഗ്യ മേഖലയായി കഴിഞ്ഞാലും, വിദ്യാഭ്യാസ മേഖലയായി കഴിഞ്ഞാലും കൃത്യമായി പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെ കടക്കുകയാണ്. ഞങ്ങൾ നേരത്തെ 600 കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. നേരത്തെ എല്ലാം പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അതൊരു തമാശയായിരുന്നു. കാരണം പറയുന്ന കാര്യങ്ങൾ നടപ്പാവില്ല. അപ്പോൾ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാവും എന്ന് തെളിയിച്ചൊരു ഗവൺമെന്റാണ് ഒന്നാം പിണറായി ഗവൺമെന്റ്. 600 കാര്യങ്ങൾ പറഞ്ഞു, 600 കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. ജനങ്ങൾ വീണ്ടും അധികാരം കൊടുത്തു. ഇപ്പൊ 900 കാര്യങ്ങൾ പറഞ്ഞു. 4 ഞാൻ നേരിട്ട് ചർച്ച നടത്തിയെന്ന UDF നേതാക്കളുടെ ആരോപണത്തെ നിഷേധിക്കുന്നുണ്ടോ എന്നാണ് അങ്ങയോട് ചോദിച്ചത്. ആരെങ്കിലും പറയുന്നത് ഉന്നയിക്കുകയല്ല, നേരിട്ടുള്ള കാര്യങ്ങൾ കാണുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. ആരെങ്കിലും അല്ല, ഒരു പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ചോദ്യം, ആരെങ്കിലും ചോദിച്ച ചോദ്യം എന്ന നിലയ്ക്ക് അവഗണിക്കുന്നത് ജനാധിപത്യത്തിൽ എത്ര ഭൂഷണമാണ് എന്ന് അങ്ങേക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ പ്രതിപക്ഷ നേതാവ്, നിങ്ങളും പ്രതിപക്ഷത്തൊക്കെ ഇരുന്നിട്ടുള്ളവരാണല്ലോ. അപ്പൊ മുൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ഒക്കെ ശബ്ദത്തെ ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്കാണോ കേരളം എടുത്തിട്ടുള്ളത്? ഇസ്ലാമിക്ക് പഴയ നിലപാടില്ല എന്ന് പറയുകയും ചെയ്താൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ കാര്യത്തിൽ ഇത്രമാത്രം അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പലതും വിളിച്ചു പറയും. അതിനൊക്കെ ആര് വില കൊടുക്കാൻ? അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് ഡോക്ടർ ജിൻഡോ ജോണിനോട് ചോദിക്കാം. PDPയുടെ കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലും CPM-നെതിരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുമ്പോൾ അതിനെ നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതാണ് സാധാരണ ജനാധിപത്യ മര്യാദ. അത് അങ്ങ് നിർവഹിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. കാര്യത്തിൽ ഞങ്ങൾ ശരി പറയാം. PDPയുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ മാധു. PDPയുടെ കാര്യത്തിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കി. പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്നല്ലേ? അത് കേട്ടായിരുന്നു. അവർക്ക് ആ പേര് തന്നെ ഉണ്ടായത് അങ്ങനെയാണ് എന്ന നിലയ്ക്ക് വേണമെങ്കിലും പരിഗണിക്കാം. ശ്രീ VK സനോജ്, നമ്മളൊക്കെ അത്ര നിഷ്കളങ്കരാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുമായി നേരിട്ട് ചർച്ച നടത്തി എന്ന ആരോപണത്തിന് മറുപടി ഉണ്ടോ എന്നാണ് അങ്ങോട്ട് ചോദിച്ചത്. ഇനി അങ്ങനത്തെ വിശദീകരിക്കേണ്ടതില്ല, മറ്റതികളിലേക്ക് കൂടി പോകണമല്ലോ.